പ്രശ്നമാണോടാ ഹരി? കണ്ണൻ്റെ ആകുലത നിറഞ്ഞ ചോദ്യം. അർജുൻ്റെ കാര്യം കണ്ണനോട് വിളിച്ചു പറഞ്ഞതാണ് ഹരി. പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഇത്തിരി പ്രശ്നം തന്നെയാണ് കണ്ണ. ഒന്നാമത് നാട്ടിലുള്ള അവരുടെ ചീത്ത ഇമേജ്, അതിനിടയിൽ കൂടി നീയുമായുള്ള ബന്ധം വലിച്ചൊടിച്ചാണ് അർജുൻ്റെ കാതിൽ എത്തിയിട്ടുള്ളത്. അവനത് വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ടുമുണ്ട്. അവൻ ഈ സംഭവത്തിൽ ഇനി എത്ര എക്സ്പ്ലനേഷൻ കൊടുത്താലും അവൻ അറിഞ്ഞതിൽ നിന്നും മാറ്റി ചിന്തിക്കാൻ സമയമെടുക്കും. അതുവരെയും ഹരി പാതിയിൽ നിർത്തി. കണ്ണനും മൗനത്തിലാണ്. ആ, താൻ ടെൻഷൻ ആവാതിടും. സീതയോട് പറഞ്ഞത് തന്നെയാണ് എനിക്കും നിന്നോട് പറയാനുള്ളത്. പ്രണയത്തിൽ ഇത്തിരി തല്ലും പിടിയുമില്ലെങ്കിൽ ഒരു ത്രില്ലുണ്ടാവില്ല. ഡോൺ വെറി ഡോക്ടറെ, ഹരി ചിരിയോടെ പറഞ്ഞു. സീത, അവളുടെ അവസ്ഥ എന്താ ഹരി? കണ്ണൻ്റെ വേദന നിറഞ്ഞ ശബ്ദം. ആ പെണ്ണിനെ ഇപ്പോൾ ഇത്തിരിയൊക്കെ നിനക്ക് അറിയില്ലേ കണ്ണ? സീതാലക്ഷ്മി സ്ട്രോങ് ആണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുമെങ്കിലും അതൊരു പാവമാണിടാ. സ്നേഹിക്കുന്നവർക്ക് അവളെ മുറിവേൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഹരിയുടെ സ്വരത്തിൽ സീതയോടുള്ള സ്നേഹം മുഴച്ചു നിന്നിരുന്നു. അവൾ സ്ട്രോങ് ഒക്കെ തന്നെയാണ്, പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനമെടുക്കാൻ ഇനിയും പെണ്ണിന് ധൈര്യം പോരാ. ഹരി പറഞ്ഞത് കേട്ടിട്ട് കണ്ണനും ചിരിച്ചു. എനിക്കൊന്ന് പോയിട്ട് ആശ്വസിപ്പിക്കാൻ കൂടി കഴിയുന്നില്ലല്ലോ. കണ്ണൻ്റെ ഇച്ഛാഭംഗം നിറഞ്ഞ സ്വരം. നല്ല കാര്യമായി. താനിപ്പോൾ അങ്ങോട്ടേക്ക് കയറി ചെന്നാൽ സീത തന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും, ഹരി ചിരിയോടെ ഓർമ്മപ്പെടുത്തി. അല്ലട ഹരി, എന്നാലും ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയെല്ലാം എന്ന് ഓർക്കുമ്പോൾ കണ്ണൻ്റെ സ്വരത്തിൽ നിറഞ്ഞതത്രയും വേദനയാണ്. അവൻ കാരണം സീത വേദനിക്കേണ്ടി വന്നല്ലോ എന്നുള്ള കുറ്റബോധം. എൻ്റെ പൊന്നു കണ്ണ, ഇങ്ങനെയാണെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ. നീ കാരണമൊന്നുമല്ല. ഇനി ആണെങ്കിൽ തന്നെ എല്ലാം എന്നെങ്കിലും എല്ലാവരും അറിയേണ്ടത് തന്നെയല്ലേ. വീട്ടിൽ സമ്മതിച്ചു തരില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ നെഞ്ചിലേറ്റുമ്പോൾ കാമുകന്മാരെങ്കിലും കുറച്ച് തൻ്റെ ഇടം കാണിച്ചേ മതിയാവൂ. കാരണം നേരിടാൻ ചങ്കുറപ്പുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് മോനെ ഈ പ്രണയമെന്ന് പറയുന്നത്. ചിലപ്പോൾ രണ്ടടിയൊക്കെ കിട്ടിയെന്നും വരും. സഹിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഡോക്ടർ സാർ മുന്നോട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ സീതാലക്ഷ്മിക്ക് നല്ല ചങ്കുറപ്പുള്ള ചെക്കന്മാരെ തിരയും ഞാൻ. ഹരി പറയുന്നത് കേട്ടിട്ട് കണ്ണനും ചിരി വന്നിരുന്നു. ചതിക്കല്ലടാ ഹരി, നീ പറഞ്ഞ ആ ദുർഗാലക്ഷ്മി കണ്ണും പൂട്ടി എന്നെ വിട്ട് കളയും. കണ്ണനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലടാ, ഇതിപ്പോൾ എനിക്കാണ് അടി കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ സഹിച്ചേനെ. പക്ഷേ എനിക്ക് വേണ്ടി കണ്ണൻ്റെ സങ്കടം തീരുന്നില്ല. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. അടിയും ഇടിയുമൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നേരിടാൻ ഒരുങ്ങിയിരുന്നു. കാരണം നിന്റെ കുടുംബത്തിലുള്ളവർക്ക് നിന്നോട് മുടിഞ്ഞ സ്നേഹമാണല്ലോ. അതിൻ്റെ സമ്മാനമല്ലേ അർജുൻ ഏറ്റുവാങ്ങിയത്. കണ്ണൻ ഒന്നും മിണ്ടിയില്ല. സമയമായില്ലെന്ന ഒറ്റ കാരണം മുന്നിൽ കണ്ടിട്ട് നമ്മൾ മാറി നിൽക്കുമ്പോൾ ജീവിതത്തിൽ നികത്താനാവാത്ത നഷ്ടം വരുമെന്ന് അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചവനാണ് ഞാൻ. അറിയാമോ നിനക്ക്? ഹരിയുടെ നേർത്ത ചിരി കേട്ടിരുന്നു കണ്ണൻ. ഉള്ളിൽ പാർവതിയോട് ആളിക്കത്തുന്ന ഇഷ്ടമുണ്ടായിട്ടും ആദ്യം കരുതി പഠനം കഴിഞ്ഞിട്ട് വേണം അത് പാറുവിനെ അറിയിക്കാനെന്ന്. കാരണം എൻ്റെ മനസ്സിലപ്പോഴും സമയമായിട്ടില്ല എന്നൊരു തോന്നലാണ്. പഠനം കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി അവൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഒരു ജോലി നേടിയിട്ട് അവൾക്ക് മുന്നിൽ അഭിമാനത്തോടെ പോയി നിന്നിട്ട് എൻ്റെ ഇഷ്ടം പറയാമെന്ന്. ഒടുവിൽ എനിക്ക് സമയമായെന്ന് തോന്നിയപ്പോഴേക്കും അവളെ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഹരിയുടെ വാക്കുകൾക്ക് നഷ്ടബോധത്തിൻ്റെ കല്ലിപ്പ് നല്ലതുപോലെ ഉണ്ടായിരുന്നു. കണ്ണനത് മനസ്സിലായി. പക്ഷേ ഒന്നും മിണ്ടിയില്ല. ഇന്നിപ്പോൾ എൻ്റെ ഇഷ്ടം പറയാനൊരു അവസരം കിട്ടിയപ്പോൾ സമയമോ നാളോ ജാതകമോ മുഹൂർത്തമോ പറയാൻ പറ്റുന്ന സിറ്റുവേഷനാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല കണ്ണ. ഒരിക്കൽ കൂടി അവളെ നഷ്ടപ്പെടരുത് എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനപ്പുറമുള്ളതെല്ലാം ഞാൻ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. കഴിഞ്ഞ കുറേ കാലമായിട്ട് അവൻ അനുഭവിക്കുന്ന ശ്വാസം മുട്ടൽ ആ നിമിഷം അവസാനിച്ചിരുന്നു എന്ന് കണ്ണന് മനസ്സിലായി. ഇനി എന്ത് സംഭവിക്കുമെന്ന പേടിയോടെയല്ല, ഇനി എന്ത് സംഭവിച്ചാലും നേരിടാൻ പാകത്തിന് ഇച്ഛാശക്തിയാണ് ഉള്ളിൽ വേണ്ടതെന്ന് ഹരി വാക്കുകൾക്കുള്ളിൽ ഒളിപ്പിച്ച് പിടിച്ചിട്ടുണ്ടെന്ന് കണ്ണന് തോന്നി. എന്നാലും ആരായിരിക്കും ഹരി? അതിനെക്കുറിച്ച് വല്ലതും അർജുൻ പറഞ്ഞോ? കണ്ണൻ്റെ ചോദ്യം ഗൗരവത്തോടെയാണ്. ആരായാലും നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ നീയിപ്പോൾ നേരിട്ടൊന്നും അവരോട് പറയാൻ പോവരുത്. അത് കൂടുതൽ അപകടമാണ്. ആളെ അർജുൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അത് നമ്മൾ പറയിപ്പിക്കുമല്ലോ. ഹരി അവനെ ഓർമ്മപ്പെടുത്തി. കണ്ണൻ ഒന്നും മിണ്ടിയില്ല. വെറുതെ ഓരോന്നും ആലോചിച്ച് ടെൻഷനാവാതെ നീ ധൈര്യമായിട്ടിരിക്കുക കണ്ണ. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കാനുള്ള ഒരു ആരംഭം മാത്രമായി കണ്ടാൽ മതി ഇതൊക്കെ. ഹരി അവനെ ആശ്വസിപ്പിച്ചു. ഞാൻ ഓക്കെ ആണെടോ.
ഞാൻ വിളിക്കാം നിന്നെ. എന്തായാലും ഹോസ്പിറ്റലിൽ പോവാൻ അവിടുന്ന് വിളി വരും. അത്രയും വേദനയുണ്ട് അർജുന്. ഇപ്പോൾ ഒരു ആവേശത്തിൽ പോവണ്ടെന്ന് പറഞ്ഞാലും അത്രയൊന്നും സഹിക്കാൻ അവന് പറ്റില്ല. ഹരി പറഞ്ഞു. ഓക്കെ ഹരി, എന്തുണ്ടായാലും വിളിക്കിട്ടോ. അതും പറഞ്ഞുകൊണ്ട് ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് കണ്ണൻ കിടക്കയിലേക്ക് കമിഴ്ന്നു കിടന്നു. ഹൃദയം നീറുന്നത് പോലെ. ഹൃദയവേദന സഹിച്ചു കിടക്കുന്ന ആ ഒരുവിളിലേക്ക് പാഞ്ഞു ചെല്ലാൻ കൊതിക്കുന്ന മനം. എൻ്റെ ജീവനാണ് ഇവളെന്ന് അവളെ ക്രൂശിക്കുന്നവരോട് ഉറക്കെ വിളിച്ചു പറയാൻ തുടി കൊട്ടുന്നു ഓരോ നിമിഷവും. അകത്തു നിന്നും അർജുൻ്റെ ഞരങ്ങലിൻ്റെ ശബ്ദം. അസഹനീയമായ വേദന കടിച്ചു പിടിച്ചുകൊണ്ടവൻ കരച്ചിലമർത്തുന്നു. രാത്രി വളരും തോറും ശരീരത്തിലെ വേദനകളും വളരുന്നുണ്ടെന്ന് തോന്നി അവന്. ആ നിമിഷം ഉമ്മറത്തെ വെറുനിലത്ത് പാർവതി തളർന്നിരിപ്പുണ്ട്. ഹരിയുടെ വാക്കുകൾ അവളെ ഒന്നാകെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ഒരിക്കലും സങ്കല്പിച്ചു പോലും നോക്കിയിട്ടില്ലാത്തൊരു കാര്യം. അതാണ് കൺമുന്നിൽ ഒരു സ്ഫോടനം പോലെ ചിന്നിച്ചിതറി അരങ്ങേറിയിട്ട് പോയത്. മരവിച്ച അവളുടെ ശരീരത്തിലേക്ക് വീണ്ടും ഒരു വിറയൽ പാഞ്ഞു കയറി. ഹരി പറഞ്ഞതിൻ്റെ പൊരുൾ ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും പാർവതി ഞെട്ടി വിറച്ചു. കരയാൻ കൂടി കഴിയാത്ത വിധം നിസ്സഹായമാണ്. വല്യേച്ചി, അകത്തു നിന്നും അർജുൻ്റെ ദയനീയ സ്വരം. പാർവതി പിടഞ്ഞെഴുന്നേറ്റു. അജു, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നിനക്ക് ഒട്ടും വയ്യ. സീതയുടെ ശബ്ദം. അർജുൻ ഹാളിലെ മേശയിലേക്ക് തലകുനിച്ചിരിപ്പുണ്ട്. വേദന കൊണ്ടാകാം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നു. എന്നിട്ടും അവൻ വെറുപ്പോടെ സീതയുടെ കൈ തട്ടി മാറ്റുന്നത് പാറു നിസ്സഹായതയോടെ കണ്ടു. നീയൊന്ന് പറയടി ചേച്ചി, ഇനിയും ഈ വേദന സഹിക്കാൻ അവന് കഴിയില്ല. സീത പാർവതിയെ നോക്കി. നീ ഹരിയെ? പാർവതി പിടച്ചിലോടെ പറയാൻ വന്നത് നിർത്തി. വീണ്ടും അവൾക്കുള്ളിൽ ചോര പൊടിഞ്ഞു. നീ ഇതൊന്ന് നോക്ക്, മുറിവിലെല്ലാം നീര് വെച്ച് തുടങ്ങി. ഇനിയും ഹോസ്പിറ്റലിൽ പോവാതിരുന്ന അപകടമാണ്. പക്ഷേ ഇവൻ, സീത വീണ്ടും നിസ്സഹായതയോടെ പറഞ്ഞു. അവൻ വരും. നീ ഒരു വണ്ടി വിളിക്ക് സീതെ. മുഖം അമർത്തി തുടച്ചുകൊണ്ട് പാർവതി അർജുൻ്റെ അരികിലെത്തി. ഞാൻ വരില്ല. തളർന്ന ശബ്ദത്തിലും അർജുൻ വീറോടെ പറഞ്ഞു. നീ വരും. നിന്നെ വളർത്തി വലുതാക്കിയത് ഞാനും ഇവളും ചേർന്നാണെങ്കിൽ നിന്നെ കൊണ്ടുപോയിരിക്കും. ഇങ്ങനെ വേദനിക്കാൻ ഇട്ടുകൊടുക്കണമായിരുന്നുവെങ്കിൽ അമ്മ ഉപേക്ഷിച്ചു പോയ ഉടനെ തന്നെ ഞങ്ങൾക്കത് ചെയ്യാമായിരുന്നു. ചെയ്തില്ലല്ലോ. ഇനിയും അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പാർവതി ഉറപ്പോടെ തന്നെ പറഞ്ഞു. നീ ചെന്ന് വണ്ടി വിളിക്കണേ. പാർവതി സീതയെ നോക്കി കണ്ണുരുട്ടി. ഹരിയെ വിളിക്കാം. സീത വേഗം അകത്തേക്ക് കയറി. വേറെ വണ്ടി കിട്ടില്ലേ സീതെ? പതറിക്കൊണ്ട് പാർവതി ചോദിച്ചു. പാർവതി ചോദിച്ചത് കേട്ടിട്ട് സീത അവളെ പകച്ചു നോക്കി. അല്ല, ഹരിയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. പാർവതി ആ നോട്ടം കണ്ടിട്ട് പറഞ്ഞു. സമയം 11 മണിയായി ചേച്ചി. ആ നേരത്ത് അവർ വിളിച്ചാൽ വരുന്ന വണ്ടികളൊന്നും തന്നെ ഇല്ലെന്ന് കൂടി അർത്ഥമുണ്ടായിരുന്നു സീതയുടെ വാക്കുകൾക്ക്. പാർവതി പിന്നൊന്നും പറഞ്ഞില്ല. തൻ്റെ ഗതികേടോർത്തിട്ട് നീറാനല്ലാതെ പാർവതിക്ക് പിന്നെയൊന്നും ചെയ്യാനില്ലായിരുന്നു. സീത ഹരിയെ വിളിച്ചു. 10 മിനിറ്റ് കൊണ്ട് അവൻ കാറുമായി വന്നപ്പോഴേക്കും പാർവതി അർജുനെ മുറ്റത്തേക്ക് പിടിച്ചു നടത്തിയിരുന്നു. ഹരിയെ കണ്ടതോടെ തുള്ളി വിറയ്ക്കുന്ന ഹൃദയത്തെ അവൾ മനഃപൂർവ്വം അവഗണിച്ചു. തീർത്തും അവശയായിട്ടും അർജുൻ സീത തൊടുമ്പോൾ ചീറിക്കൊണ്ട് അവളെ നോക്കി. ഹരി കയറി വരുമ്പോൾ എത്ര പിടിച്ചു നിന്നിട്ടും പാർവതി വിറയ്ക്കുന്നുണ്ട്. അവനെ അവൾ മുഖമുയർത്തി നോക്കിയതുകൂടിയില്ല. ഹരിക്കൊപ്പം കൈമൾ മാഷും വരദയും കൂടിയുണ്ടായിരുന്നു. നിങ്ങൾ പോയിട്ട് വാ മക്കളെ, ഞങ്ങൾ ഇവിടെ നിന്ന് കൊള്ളാം. വരദ പാർവതിയുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. സത്യത്തിൽ അർജുനൊപ്പം സീതയെ വിടാനാവില്ല. അവൻ്റെ തീരാത്ത കലി തന്നെ കാരണം. വീട്ടിലുള്ളവരെ ഒറ്റയ്ക്ക് നിർത്തി പാർവതിക്കും അവർക്കൊപ്പം പോവാനാവില്ല. സീതയെ ഇവിടെ നിർത്തിയാൽ അവൾക്കത് കൂടുതൽ സങ്കടമാവുകയും ചെയ്യും. വളരെ വലിയൊരു പ്രതിസന്ധി ഒരൊറ്റ വാക്കിലൂടെ വരദ പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ പാർവതിയുടെ കണ്ണുകൾ നന്ദിയോടെ നിറഞ്ഞു. ഹരി യാതൊരു ഭാവമാറ്റവുമില്ലാതെ പാർവതിയുടെ അരികിൽ വന്നിട്ട് അർജുനെ താങ്ങി. വീർപ്പ് മുട്ടിയ ഹൃദയം ഇപ്പോൾ പൊട്ടി വീഴുമെന്ന് പാർവതി നല്ലതുപോലെ പേടിച്ചിരുന്നു. ഹരി പിടിച്ചപ്പോൾ അർജുൻ്റെ പ്രതിഷേധങ്ങളെല്ലാം ഒതുങ്ങിയിരുന്നു. നീ എന്ത് നോക്കി നിൽക്കുവാടി? വന്ന് കയറ്. അർജുനെ ബാക്ക് ഡോർ തുറന്ന് അകത്തേക്ക് കയറ്റിക്കൊണ്ട് ഹരി സീതയോട് പറഞ്ഞു. ഞാൻ വരണോ? സീതയുടെ മനസ്സിടഞ്ഞ ചോദ്യം അർജുൻ്റെ ഉള്ളിലെ വെറുപ്പിൻ്റെ അലകളെ അവൻ്റെ പ്രവൃത്തികളും വാക്കുകളും അവൾക്ക് മുന്നിൽ വെളിവാക്കി നിർത്തിയിരുന്നു. മര്യാദക്ക് വന്നിട്ട് കയറിയിരിക്കണേ. അവളുടെ ഒരു സംശയം. ഹരി കണ്ണുരുട്ടി. ചെല്ല് മോളെ, സമയം കളയാതെ. കൈമൾ മാഷ് കൂടി പറഞ്ഞതോടെ സീത പോയി കയറി. ഹരിക്കൊപ്പം മുന്നിലാണ് അവളും ഇരുന്നത്. ലല്ലുമോൾ എന്തേടി? വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഹരി സീതയോടാണ് ചോദിച്ചത്. അവൾ ഉറങ്ങി ഹരി. സീത അവനെ നോക്കി. അമ്മ, കുഞ്ഞകത്തുറങ്ങുന്നുണ്ട്, നോക്കിക്കോണേ. അവൾക്ക് ഇരുട്ട് പേടിയാണ്.
വണ്ടി മുന്നോട്ടേക്കെടുക്കുന്നതിനിടെ തന്നെ ഹരി വിളിച്ചു പറഞ്ഞു. സീത ഭാവമാറ്റം ഏതുമില്ലാതെ ഇരുന്നപ്പോൾ അതുവരെയും തോന്നാത്ത പേടിയോടെ പാർവതി പുറത്തെ ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കി. അവളുടെ തോളിലേക്ക് ചാരി അജു അവശതയോടെയിരുന്നു. ഹരിയുടെ വാക്കുകൾ ഇപ്പോഴാണ് പേടിപ്പിച്ചു തുടങ്ങിയതെന്ന് അവൾ ഓർത്തു. മുൻപ് മുന്നോട്ടുള്ള യാത്രയിൽ അവന് ഊർജം പകരുന്ന അവൻ്റെ വാക്കുകളും ഒരു കരുത്തായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ആ അവകാശപ്പെടലിനെ അങ്ങേയറ്റം പേടിക്കുന്നു. കാറിനുള്ളിൽ അതിഭീകരമായൊരു ശൂന്യത ചുറ്റിത്തിരിയുന്നുണ്ട്. കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിക്കാൻ പാകത്തിന് ശക്തമായ മൗനം. തോളിൽ കിടന്ന അർജുനൊന്ന് ഞെരുങ്ങിയതും പാർവതി മറ്റെല്ലാം മറന്നുകൊണ്ട് അവനിലേക്ക് ചുരുങ്ങി. മൗനത്തിൻ്റെ തോടിനുള്ളിൽ ശ്വാസം മുട്ടുന്നവളെ കണ്ടിട്ടും ഹരി ഒന്നും മിണ്ടിയില്ല. പെട്ടെന്നെല്ലാം അംഗീകരിച്ചു തരുമെന്ന് മനഃപൂർവ്വം ഒരിക്കലും തോന്നിയിട്ടില്ല. ഇന്നിപ്പോൾ അവളെയും അവളുടെ അസ്വസ്ഥതകളെയും കുറച്ചുകൂടി അറിയാവുന്ന സ്ഥിതിക്ക് ആ തോന്നൽ ഒട്ടുമില്ല. അവൾക്ക് സമയം വേണ്ടിവരുമെന്ന് നന്നായിട്ടറിയാം. അവൾ ചിന്തിക്കട്ടെ, സ്നേഹിക്കാൻ മനസ്സൊരുങ്ങട്ടെ. ശ്വാസം മുട്ടി പിടഞ്ഞാലും ഇനിയെങ്കിലും അവളെ മാത്രം സ്നേഹിച്ചവൻ്റെ മനസ്സറിയട്ടെ. അവളില്ലാത്തതുകൊണ്ട് സ്വപ്നങ്ങളൊക്കെയും ഉണങ്ങി വരണ്ടു പോയവൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ നനുത്തൊരു ചാറ്റൽ മഴയായി അവളൊന്ന് ചാറിയാൽ പോലും പൂർവാധികം ശക്തിയോടെ കരിഞ്ഞുണങ്ങിപ്പോയതെല്ലാം പുതിയ പ്രസരിപ്പോടെ കിളിർത്തു വരുമെന്ന് ആരു പറഞ്ഞു കൊടുക്കാതെ തന്നെ മനസ്സിലാക്കട്ടെ. ഇനിയൊരു ജീവിതമില്ലെന്ന അവളുടെ തപസ്സിൽ ഹരിപ്രസാദ് എന്ന പ്രണയത്തിൻ്റെ പൂക്കൾ വിരിയട്ടെ. കാത്തിരിക്കുമല്ലോ, കാലം നീതിമാനല്ലേ. ഉരിയോളം സ്നേഹിച്ചു പോയത് അവളെ അറിയിക്കാതിരിക്കില്ല, അതിനൊരു അവസരമൊരുക്കാതിരിക്കില്ല. ഹരിയുടെ ചുണ്ടിൽ അപ്പോഴും ഒരു മന്ദഹാസം തത്തിക്കളിച്ചു. അരമണിക്കൂർ കൊണ്ട് തന്നെ ഹോസ്പിറ്റലെത്തി. പാർവതി ഡോർ തുറന്നിറങ്ങി. സീതയും അവളും കൂടി ശ്രമിച്ചിട്ടും അർജുന് പുറത്തേക്കിറങ്ങാനായില്ല. ചെറുത്തുനിൽപ്പിലുള്ള ശക്തി പോലും ക്ഷയിച്ചുകൊണ്ട് അർജുൻ പാർവതിയുടെ തോളിലേക്ക് ചാഞ്ഞു. ആരെയോ വിളിച്ചുകൊണ്ടിരുന്ന ഫോൺ ഓഫ് ചെയ്തിട്ട് ഹരി അവരുടെ അരികിലേക്ക് ചെന്നു. രണ്ടുപേരുടെയും കലാപരിപാടികൾ അവസാനിച്ചെങ്കിൽ ഒന്നിങ്ങോട്ട് മാറിക്കേ ഇനി. ചെറിയൊരു ചിരിയോടെ ഹരി പറഞ്ഞു. പാർവതിയുടെ കയ്യിൽ നിന്നും യാതൊന്നും സംഭവിക്കാത്ത പോലെ ഹരി അർജുൻ്റെ തോളിൽ കൈയിട്ട് പിടിച്ചു. തൊട്ടടുത്ത നിമിഷം സീതയുടെ അരികിലേക്ക് അവൾ കേറി പരിചിതമായൊരു ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. കണ്ണുകൾ കൊണ്ടൊരു ഓട്ടപ്രദക്ഷിണത്തിനൊരുങ്ങും മുന്നേ കണ്ണനും അർജുനെ താങ്ങി. പകച്ചു നോക്കുന്ന സീതയെ നോക്കി അവനൊന്ന് കണ്ണടച്ച് കാണിച്ചു. ഹരി വിളിച്ച് പറഞ്ഞിരിക്കും. അവളുടെ കൂർത്ത കണ്ണുകൾ ഹരിയെയും തേടി ചെന്നിരുന്നു. പക്ഷേ ആ നോട്ടം മുൻകൂട്ടി കണ്ടിരുന്നത് കൊണ്ടായിരിക്കാം ഹരി അവളെ നോക്കിയതേയില്ല. കാഷ്വാലിറ്റിയിലേക്കാണ് അർജുനെ കൊണ്ടുപോയത്. അതിനാവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കാൻ കണ്ണൻ ഓടി നടക്കുമ്പോൾ അർജുനോട് ചേർന്നുകൊണ്ട് ഹരിയുണ്ടായിരുന്നു. പുറത്തെ കസേരയിൽ യാതൊന്നും മിണ്ടാതെ സീതയും പാർവതിയും ഇരുന്നു. പേരറിയാത്തൊരു തളർച്ചയുടെ ആലസ്യം. മണിക്കൂറുകൾ കടന്നു പോകുന്നത് പോലും അറിയാതെ അവരാ ശൂന്യതയിൽ സ്വയം മറന്നിരുന്നു. ട്രിപ്പിട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് വീട്ടിൽ പോകാം, വേറെ കുഴപ്പമൊന്നുമില്ല. പാർവതിയുടെ അരികിൽ വന്നു നിന്നിട്ടാണ് കണ്ണൻ പറഞ്ഞത്. ആരെന്നുള്ള ചോദ്യം അവളുടെ കണ്ണുകളിൽ മുഴച്ചു നിൽക്കുന്നത് കണ്ണൻ കണ്ടിരുന്നു. അവൻ അലിവോടെ അവളെയും പിന്നെ സീതയെയും ഒന്ന് നോക്കി. ചുവരിലേക്ക് തലചാരി വെച്ചിട്ട് യാതൊരു അനക്കമില്ലാതിരിക്കുന്ന സീതയെ നോക്കുമ്പോൾ അവനുള്ള വീണ്ടും നീറി. ഞാൻ കിരൺ വർമ്മ, ശ്രീനിലയത്തിലെ നാരായണി മുത്തശ്ശിയുടെ മകൾ ദേവയാനിയുടെ മകനാണ് കണ്ണൻ. കുഞ്ഞൊരു ചിരിയോടെ കണ്ണൻ പറഞ്ഞു. പാർവതിയുടെ കണ്ണുകൾ അവിശ്വസനീയതയോടെ അവനെ തഴുകി. ശേഷം അവൾ സീതയെ തിരിഞ്ഞു നോക്കി. അവൻ വന്നിരുന്നതൊന്നും അറിയാതിരിക്കുന്ന സീതയുടെ തോളിൽ പാർവതി പതിയെ ഒന്ന് തട്ടി. ഞെട്ടിക്കൊണ്ടവൾ പാർവതിയെയും പിന്നെ കണ്ണനെയും നോക്കി. കണ്ണനിൽ ഉടക്കിപ്പോയ അവളുടെ മിഴികളിൽ അലയടിക്കുന്ന നോവിൻ്റെ ആഴിയെ അവനും തിരിച്ചറിഞ്ഞു. പക്ഷേ പാർവതി ഇരിക്കുന്നത് കൊണ്ട് അവനോ അവൾക്കോ ഒന്നും മിണ്ടാൻ കൂടി വയ്യാതെ ശ്വാസം മുറുകി. ഞാൻ സീതയെയും അവൾ എന്നെയും സ്നേഹിക്കുന്നു പാർവതി. ജീവിതം മുഴുവനും ഒരുമിച്ച് സ്നേഹിക്കാൻ കഴിയാവുന്ന അത്രയും വലിയൊരു സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നു. ഒന്നിനും ആർക്കും വേണ്ടി ഞാൻ സീതാലക്ഷ്മിയെ ഉപേക്ഷിച്ച് കളയില്ല. പാർവതിയുടെ കണ്ണിലെ ചോദ്യങ്ങൾക്കുത്തരമായിട്ടാണ് കണ്ണൻ അങ്ങനെ പറഞ്ഞത്. ഒന്ന് തലകുലുക്കി എന്നല്ലാതെ മറ്റൊന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു പാർവതി. സീതയുടെ നേരെയാണ് കണ്ണൻ്റെ കണ്ണുകൾ. അവളെയൊന്ന് ചേർത്ത് പിടിക്കാനാവാത്ത വിങ്ങലോടെ അവൻ ഇരിക്കുമ്പോൾ അവനിലേക്ക് ചേർന്ന് നിന്നിട്ട് അതുവരെയും അനുഭവിച്ച സങ്കടങ്ങളൊക്കെയും ഒഴുക്കിക്കളയാനുള്ള അടങ്ങാനാവാത്ത നീറ്റലോടെ അവളും ഇരിപ്പുണ്ട്. പാറു, നിന്നെ അർജുൻ അന്വേഷിക്കുന്നു. കാഷ്വാലിറ്റിയിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ഹരി പറഞ്ഞത് കേട്ട് പാർവതി വെപ്രാളത്തോടെ പിടഞ്ഞെഴുന്നേറ്റു. പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് തന്നെ അവൾക്ക് തല കറങ്ങി. ഒരുപാട് കരഞ്ഞതുകൊണ്ടോ സഹിക്കാൻ വയ്യാത്ത വേദനയെ പേറുന്നതുകൊണ്ടോ അവൾക്കൊരു മന്ദത തോന്നിയിരുന്നു. പക്ഷേ വീഴും മുന്നേ ഹരി അവളെ താങ്ങി. വിറച്ചുകൊണ്ട് തന്നെ നോക്കുന്നവളെ അവൻ അലിവോടെ നോക്കി. വീഴല്ലേ, സൂക്ഷിച്ച്.
അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹരി പതിയെ പറഞ്ഞു. നിറഞ്ഞു തൂവുന്ന അവളുടെ മിഴിയാഴങ്ങളിൽ അവൻ്റെ മനസ്സിടറിപ്പോയിരുന്നു. ഇപ്പോൾ ഈ മിഴികൾ കലങ്ങി ചുവന്നത് തൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പരിണിത ഫലമാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പിടയുന്നതും തനിക്കാണ്. നിനക്കെന്നെ പേടിയാണോ പാറു? വിളറി വെളുത്ത അവളുടെ മുഖം കണ്ടപ്പോഴുള്ള അതേ വേദന അവൻ്റെ വാക്കുകളിലുമുണ്ടായിരുന്നു. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ അവൾ വീണ്ടും ചൂളി ചുരുങ്ങി. നിന്നോട് തുറന്നു പറയാതൊരു ഇഷ്ടത്തിൻ്റെ ഭാരവും പേറി ഞാൻ എത്ര തളർന്നു പോയിട്ടുണ്ടെന്നറിയോ പാറു? ഒട്ടും സഹിക്കാൻ വയ്യെന്ന് തോന്നിയപ്പോഴാ. അതിന് പറ്റിയ നേരമാണോ, കേൾക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലാണോ നീയെന്നൊന്നും ഞാൻ ഓർത്തില്ല. നിനക്ക് മറ്റൊരു വേദനയാവാനല്ല പാറു, നിന്റെ വേദനകൾക്കൊരു അവസാനമാകാനാണ് എനിക്കിഷ്ടം. നിന്നെ സ്നേഹിച്ചു എന്നതൊരു കുറ്റമല്ല, പക്ഷേ നിന്നെ നഷ്ടപ്പെടുമോ എന്ന പേടിയോടെ ഞാനെന്നെ നിനക്ക് മുന്നിൽ തുറന്നു കാണിക്കുമ്പോൾ നിന്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തില്ല. നിനക്കത്ര വേദനിക്കും എന്നോർത്തതുമില്ല. ക്ഷമിക്ക്. ഹരി അവളിൽ നിന്നും കൈയെടുത്ത് മാറ്റി. ചെല്ലെ, അവൻ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ പുറത്തുണ്ടാകും, ഹരി പതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രക്ഷപ്പെട്ടതുപോലെ പാർവതി അകത്തേക്ക് ധൃതിയിൽ കയറി പോകുന്നത് കണ്ടിട്ട് ഹരിക്ക് ചിരി വന്നു. അതേ ചിരിയോടെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചു മാറി കണ്ണൻ സീതയോട് ചേർന്നിരിപ്പുണ്ട്. ചുറ്റും അലയടിക്കുന്ന ആരവങ്ങൾക്കിടയിൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൂടി കഴിയാത്ത വിഷമം അവൻ്റെ മുഖത്തു നിന്നും ഹരി പിടിച്ചെടുത്തിരുന്നു. അവരുടെ നേരെ പോവാതെ ഹരി നേരെ എതിർ സൈഡിലേക്കാണ് നടന്നത്. ഹരി! അവൻ തിരിഞ്ഞു നടക്കുന്നത് കണ്ടിട്ടാവും കണ്ണൻ ഉറക്കെ വിളിച്ചു. എന്താടാ, എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഹരി കസേരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അവനൊപ്പം സീത കൂടി എഴുന്നേറ്റു. ഒന്നുമില്ലടാ, ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. തനിക്കരികിലേക്ക് നടന്നു വരുന്ന കണ്ണനെയും സീതയെയും നോക്കി ഹരി ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു. അച്ചുവിന് എങ്ങനെയുണ്ട് ഹരി? സീത ഹരിയെ നോക്കി. കണ്ണനൊപ്പം നിൽക്കുമ്പോൾ ഹരിയെ ഫേസ് ചെയ്യാൻ അവൾക്കൊരു പതർച്ചയുണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. കാര്യമെല്ലാം ഹരിക്കറിയാമെങ്കിലും താൻ അവനോട് പറയാതെ വെച്ചതിൻ്റെ ഒരു ചെറിയ പരിഭവം അവനുള്ളിൽ ഉണ്ടാകുമോ എന്നവൾ വെറുതെ ആകുലപ്പെട്ടു. അവനൊരു കുഴപ്പമില്ലടി, ട്രിപ്പ് തീർന്നാൽ വീട്ടിൽ പോകാം. ഹരി അവളുടെ തോളിൽ തട്ടി. അവൻ്റെ ചേർത്ത് പിടിക്കൽ സീതയുടെ കണ്ണ് നിറഞ്ഞു. കണ്ടോ കണ്ണ, സീതാലക്ഷ്മി സ്ട്രോങ് ആണ്, ഹരി കണ്ണനെ നോക്കി പറഞ്ഞു. സീതയുടെ മുഖം കൂർത്തു. അനിയൻ എവിടുന്നോ കിട്ടിയൊരു കിംവദന്തി പറഞ്ഞു പരത്തിയതിന് ഇങ്ങനെ ഒരിടത്ത് തൂങ്ങി നിൽക്കുന്ന ഇവളാണല്ലോ ദൈവമേ ഞാൻ സ്ട്രോങ് ആണെന്നും പറഞ്ഞ് നടക്കുന്നത്. ഹരിയുടെ ആത്മകഥം കേട്ടിട്ട് കണ്ണൻ സീതയെ നോക്കി അടക്കി ചിരിച്ചു. നീങ്ങ് വന്നേ. സീത പല്ല് കടിച്ചുകൊണ്ട് ഹരിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. പിന്നെ എനിക്കതല്ലേ പണി, ഒന്ന് പോയടി പെണ്ണെ. ഹരി ചുണ്ടുകൂട്ടി. സീത അവനെ നോക്കി കണ്ണുരുട്ടി. കണ്ണൻ ചിരിയോടെ അവരുടെ നേരെ നോക്കി നിൽപ്പുണ്ട്. ദേ നിൽക്കുന്നു നിന്റെ ചെക്കൻ, വിളിച്ചോണ്ട് പോ. എന്നിട്ട് ചങ്കി കത്തുന്ന സങ്കടം നീ അവനോട് പറ. ഇനി അവനുണ്ടാകും നിനക്ക് തുണയായിട്ട്. ഹരി സീതയുടെ തോളിൽ പിടിച്ചുലച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നീ എന്നെ തീർത്തും ഉപേക്ഷിച്ച് കളഞ്ഞോടാ? സീത ഹരിയുടെ നേരെ നോക്കി ചോദിച്ചു. അവളെയൊന്ന് സൂക്ഷിച്ചു നോക്കിയതല്ലാതെ അവനൊന്നും പറയാനില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഉപേക്ഷിച്ച് കളയാനാണോടി ഞാൻ നിന്നെ എൻ്റെ ചങ്കാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് കൂടെ ചേർത്തത്? ഹരി കണ്ണുരുട്ടി. സീത ചിരിയോടെ അല്ലെന്ന് തലയാട്ടി. നിന്നെ നീയായിട്ട് മനസ്സിലാക്കുന്ന ഒരുത്തൻ, അവനിലേക്ക് നീ ചേരുമ്പോൾ നിന്നേക്കാൾ ഒരുപക്ഷെ സന്തോഷം എനിക്കാണ്. കാരണം ഹരിയൊരു ദീർഘനിശ്വാസത്തോടെ കണ്ണനെയും സീതയെയും നോക്കി. കണ്ണൻ അപ്പോഴും നേർത്തൊരു ചിരിയുടെ ആവരണമുണ്ട് മുഖം നിറയെ. കാരണം സീതാലക്ഷ്മി എന്ന എൻ്റെ കൂട്ടുകാരിയുടെ വേദനകൾ എൻ്റേത് കൂടിയായിരുന്നു. അവൾക്കൊരു സന്തോഷം വന്നാലും അതും എൻ്റേത് കൂടിയാണ്. ഹരി വീണ്ടും കണ്ണടച്ച് കാണിച്ചു. വീർപ്പും മുട്ടലോടെ സീതയുടെ മിഴികൾ കണ്ണന് നേരെ പാഞ്ഞു. ഇതാണെൻ്റെ കൂട്ടുകാരൻ ഹരി. ഈ ഹരിയെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണൻ ആ വാക്കുകളെ പൊറുക്കിയെടുത്തു. ചെല്ല്, രണ്ടാളും പോയി മനസ്സ് തുറന്ന് സംസാരിച്ചു വാ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അവൻ അവർക്കായി ഒഴിഞ്ഞു മാറുകയാണ്. സീതയ്ക്കും കണ്ണനും അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഹരി സീതയുടെ തോളിൽ നിന്നും കൈയെടുത്തു. വിളിച്ചോണ്ട് പോടാ ഡോക്ടറെ. ഉടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തി മുന്നോട്ട് നടക്കുന്നതിനിടെ ഹരി വിളിച്ചു പറഞ്ഞു. പേടിച്ചു പോയോ? മങ്ങിയ വെളിച്ചമുള്ള ഇടനാഴിയിൽ കണ്ണനൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ സീത വീണ്ടും തളർന്നു പോകുന്നുണ്ട്. മറക്കാൻ ശ്രമിച്ചിരുന്നതൊക്കെയും പൂർവാധികം ശക്തിയോടെ ഉള്ളിലേക്ക് ഇരച്ചെത്തിയിരുന്നു. വാക്കുകൾ കൂർത്ത അമ്പുകൾ പോലെ ഹൃദയം കുത്തിക്കീറുന്നു. വീണ്ടും അവൾക്ക് നെഞ്ചു കീറി. കണ്ണുകൾ കലങ്ങി ചുവന്നു. അർജുൻ പറഞ്ഞതുപോലെ ഒരൊറ്റ രാത്രി കൂടെ കിടന്നാൽ തീരാവുന്ന ലഹരിയെ എൻ്റെ സ്നേഹത്തിലുള്ളൂ എന്ന് നീയും വിശ്വസിക്കുന്നുണ്ടോ ലച്ചു? വേദനയോടെയാണ് കണ്ണൻ്റെ ചോദ്യം. സീതയുടെ കണ്ണുകൾ നിറഞ്ഞു.
അതുവരെയും മരവിച്ച് നിന്നിരുന്ന വേദനകൾക്ക് ജീവൻ വെച്ചിരുന്നു. ഹോസ്പിറ്റലാണെന്നോ, ഇത്തിരി ദൂരെ ആളുകളും ആരവങ്ങളും ഉണ്ടെന്നോ ഒന്നും അവളുടെ ഓർമ്മകളിൽ പോലും ഉണ്ടായിരുന്നില്ല. അവളും അവളുടെ പ്രിയപ്പെട്ടവനും മാത്രം നിറഞ്ഞു നിൽക്കുന്നൊരു ലോകം. അവിടെ അവളുടെ വേദനകളെ തൊട്ടറിയാൻ പാകത്തിന് ചേർത്ത് നിർത്തിയ അവളുടെ പ്രിയപ്പെട്ടവൻ. അവൻ്റെ കഴുത്തിൽ കൈചുറ്റി സീത കരച്ചിലിൻ്റെ കെട്ട് പൊട്ടിച്ചു. കണ്ണൻ ഒരു കൈ കൊണ്ടവളെ കൂടുതൽ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. തഴുകി തലോടിയിട്ടും നെറുകയിൽ നുകർന്നിട്ടും കൂടെയുണ്ടെന്ന് അവൻ ഓർമ്മിപ്പിച്ചു. ഞാൻ അവന് മുന്നിൽ ചീത്തയാണ് കണ്ണേട്ടാ. എത്ര ഒതുക്കി പിടിച്ചിട്ടും ആ വാക്കുകളുടെ നീറ്റൽ അവളുടെ സങ്കടം കൂട്ടി. എനിക്ക് മുന്നിലാണ് നീ പരിശുദ്ധിയാണെന്ന് തെളിയിക്കേണ്ടത്. അതിൽ നീ വിജയിച്ചതല്ലേ ലച്ചു. മനസ്സുകൊണ്ട് നീ എത്ര പരിശുദ്ധയാണെന്ന് എന്നോളം നിന്റെ അനിയൻ അറിയില്ല. കണ്ണൻ സീതയുടെ കവളിൽ കൈ ചേർത്ത് വെച്ചു. നീ എൻ്റെയാണ്. അത് നിന്റെ അനിയൻ്റെ മുന്നിൽ ചെന്നിട്ട് ഞാൻ തന്നെ പറയുന്നതോടെ ഈ വേദന അവസാനിക്കും. കണ്ണൻ സീതയുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. അവൻ വിശ്വസിക്കില്ല കണ്ണേട്ടാ. സീത ഭയത്തോടെ കണ്ണനെ നോക്കി. അതോർത്ത് നീ ടെൻഷനാവണ്ട ലച്ചു. പറഞ്ഞല്ലോ, അത് ഞാൻ ഡീൽ ചെയ്തോളാം. സീതാലക്ഷ്മി കിരൺ വർമ്മയുടെ സ്വന്തമാണെന്നതിൽ അർജുൻ ഇനിയൊരു സംശയവും ഒരിക്കലും പറയില്ല. നിന്നോടെന്നല്ല, ആരോടും പറയില്ല. എന്താ, അതുപോരെ? കണ്ണൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ചിരിച്ചു. നിന്നോടെനിക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് നിമിഷങ്ങളാണ് കഴിഞ്ഞു പോയത്. ഹരിയനെ വിളിച്ചറിയിച്ചതു മുതൽ എൻ്റെ കൺമുന്നിൽ ചങ്ക് പിടച്ചുകൊണ്ട് നീ ഉണ്ടായിരുന്നു ലച്ചു. എന്നെ എത്ര നൊമ്പരപ്പെടുത്തിയെന്നറിയാവോ നിനക്ക്? കണ്ണൻ ആർദ്രതയോടെ വീണ്ടും സീതയുടെ മുഖം നെഞ്ചിൽ ചേർത്ത് വെച്ചു. ആ നെഞ്ചിടിപ്പ് കാതോർത്തുകൊണ്ട് സീത അവനോട് ചേർന്ന് നിന്നു. പുറത്തേക്കിറങ്ങി വരുന്ന അർജുൻ ഉഷാറായിരുന്നു. നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചൊരു ബാൻഡേജ്, കയ്യിൽ 2-3 കെട്ടുകളും, മുഖം അപ്പോഴും വീർപ്പിച്ചു തന്നെ പിടിച്ചിരിക്കുന്നു. പോവല്ലേ ഹരിയേട്ടാ? അർജുൻ ഹരിയുടെ നേരെ നോക്കി. എതിരെ നിൽക്കുന്ന സീതയെയും കണ്ണനെയും അവൻ കണ്ടില്ല. ഹരിയുടെ നോട്ടം കണ്ണന് നേരെ നീണ്ടു. അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്ന എന്തൊക്കെയോ ആജ്ഞകളുണ്ടായിരുന്നു ആ നോട്ടത്തിൽ. അർജുന് നേരെ നടക്കാനൊരുങ്ങിയ കണ്ണൻ്റെ കയ്യിൽ സീത അമർത്തി പിടിച്ചു. അവളുടെ കണ്ണിലൊരു പിടച്ചിലുണ്ട്. പരിസരം പോലും ഓർക്കാതെ അർജുൻ വിളിച്ചു പറയാൻ സാധ്യതയുള്ള വിഷമുള്ളുകൾ കണ്ണനിൽ തറച്ചു കയറുന്നത് അവൾക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ഒന്നും ഉണ്ടാവില്ല, വിട്, ഞാൻ നോക്കിക്കോളാം. കണ്ണൻ അവൾ പിടിച്ചു വെച്ച കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടും അല്പം ബലമായിട്ടാണ് കണ്ണൻ ആ കൈകൾ വേർപ്പെടുത്തിയെടുത്തത്. മുന്നിലേക്ക് കയറി നിന്നവനെ അർജുൻ പകച്ചു നോക്കി. കിരൺ വർമ്മ, ശ്രീനിലയത്തിലെ നാരായണ മുത്തശ്ശിയുടെ കൊച്ചുമോൻ. അർജുൻ്റെ കണ്ണിലേക്ക് നോക്കിയാണ് കണ്ണനത് പറഞ്ഞത്. നിമിഷ നേരം കൊണ്ട് അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുകി. വെറുപ്പോടെ വീണ്ടും അവൻ്റെ നോട്ടം സീതയുടെ നേരെ നീണ്ടു. നീ അറിഞ്ഞതൊന്നും സത്യമല്ല അർജുൻ. അവൻ്റെ ഭാവമാറ്റം അറിഞ്ഞിട്ടും കണ്ണൻ ശാന്തമായിട്ടാണ് പറഞ്ഞത്. പാർവതി ടെൻഷനോടെ വിരലുകൾ പരസ്പരം പിടിച്ചു ഞെരിക്കുന്നുണ്ട്. ഹരിക്ക് അവളെ ചേർത്ത് പിടിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. പക്ഷേ അതവൾക്ക് സമാധാനം പകരില്ലെന്നും കൂടുതൽ ടെൻഷനും വേദനയും നൽകുമെന്നും ഉറപ്പുള്ളതുകൊണ്ട് അവൻ കണ്ണുകൾ കൊണ്ടവളെ തഴുകി തലോടി. ഹൃദയം കൊണ്ടവളെ ചേർത്ത് പിടിച്ചു. നിനക്കെങ്ങനെ എൻ്റെ മുന്നിൽ വന്നു നിൽക്കാൻ ധൈര്യം വന്നു? അർജുൻ അങ്ങേയറ്റം ദേഷ്യത്തോടെ ചോദിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട്. കണ്ണൻ അവൻ്റെ മുന്നിൽ തലയുയർത്തി നിന്നു. തൻ്റെ അസുഖം എനിക്കറിയാം, പക്ഷേ അതെൻ്റെ പെങ്ങളോട് വേണ്ട. തൻ്റെ അത്ര കാശില്ലായിരിക്കും, പക്ഷേ നിന്നേക്കാൾ അഭിമാനമുണ്ട്. അർജുൻ വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നിയ സീതയ്ക്ക്. അവൾക്ക് ആ നിമിഷം അവനോട് അലിവ് തോന്നി. അവനുള്ളിലെ പെങ്ങന്മാർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഒരു സഹോദരൻ്റെ കരുതലാണ് അവളപ്പോൾ കണ്ടതും. കൂടെ കിടത്തി ആഗ്രഹം തീരുമ്പോൾ ഉപേക്ഷിച്ച് കളയാൻ നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കണേ സാറേ. ഞങ്ങൾ പാവങ്ങളാ. എനിക്കവരും അവർക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ദയവായി എൻ്റെ സീതേച്ചിയെ വിട്ടേക്ക്. നിങ്ങളൊക്കെ വലിയ ആളുകളാ. നിങ്ങളുടെ ആഗ്രഹം തീർക്കാൻ എൻ്റെ ചേച്ചിയെ ഇരയാക്കരുത്. അപേക്ഷയാണ്. ദേഷ്യത്തിനും വൈരാഗ്യത്തിനും അപ്പുറം അർജുൻ കണ്ണന് മുന്നിൽ കൈകൂപ്പി. സീത നെഞ്ചു വിങ്ങിക്കൊണ്ട് ചുവരിൽ ചാരി. പാർവതി എത്ര അമർത്തി വെച്ചിട്ടും കരച്ചിലൊടുങ്ങാതെ കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് തിരിഞ്ഞു നിന്നു. ഹരിക്കും അർജുനെ ഓർക്കുമ്പോൾ നെഞ്ചു വേദനിച്ചു. ഒരൊറ്റ രാത്രി കൂടെ കിടന്നത് കൊണ്ട് അവസാനിച്ചു പോകുന്നതാണോ അർജുൻ നിരഞ്ജനയോടുള്ള ഇഷ്ടം? കണ്ണൻ ചെറിയൊരു ചിരിയോടെ അർജുൻ്റെ തോളിൽ ചേർത്ത് പിടിച്ചു. ആ ചോദ്യത്തിന് മുന്നിൽ അർജുൻ പകച്ചു പോയിരുന്നു. അവൻ്റെ കണ്ണുകൾ പാർവതിയുടെയും സീതയുടെയും നേരെ പാഞ്ഞു. കണ്ണൻ സീതയെ നോക്കി അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. എനിക്കറിയാം അർജുൻ നിരഞ്ജനയെ സ്നേഹിക്കുന്നത് ഹൃദയം കൊണ്ടാണെന്ന്. അതുപോലെ എനിക്കെൻ്റെ ഹൃദയമാണിപ്പോൾ നിൻ്റെ ഈ ചേച്ചി. എൻ്റെ മരണം കൊണ്ടല്ലാതെ ഞാനിവളെ ഉപേക്ഷിച്ച് കളയില്ല. ഇവളെ മാത്രമല്ല,
ഇനിയിപ്പോൾ നിന്നെയും. സീതാലക്ഷ്മിയോട് ചേർന്നതിനോടെല്ലാം എനിക്കിഷ്ടമാണ്. കണ്ണൻ്റെ വാക്കുകൾക്കൊപ്പം അവൻ്റെ കൈകളും അർജുൻ്റെ തോളിൽ മുറുക്കി. തന്നെയും സീതേച്ചിയെയും ഒരുപോലെ ചേർത്ത് പിടിച്ചവനെ അർജുൻ അവിശ്വസനീയതയോടെ നോക്കി. ഒടുവിൽ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ഹരിയിൽ അവൻ്റെ നോട്ടം തടഞ്ഞു വീണിരുന്നു.